നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും സമകാലിക ഫുട്ബോളിലെ രണ്ട് വൻമരങ്ങൾ. ഈ രണ്ടു പേരും ക്ലബ് ഫുട്ബോളിൽ ഇപ്പോൾ കളിക്കുന്നത് അത്രയൊന്നും ഫുട്ബോളിന് പ്രാധാന്യമില്ലാത്ത രണ്ട് രാജ്യങ്ങളിലാണ്. ലിയണൽ മെസ്സി അമേരിക്കയിലെ ഇൻ്റർ മിയാമിക്ക് വേണ്ടിയും റൊണാൾഡോ സൗദിയിലെ അൽ നാസർ ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചും മെസ്സി അങ്ങനൊരു ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടീമിലേക്ക് 2022 അർജൻറ്റീനയുടെ ലോകകപ്പ് ജയത്തിന് ശേഷം, ഐതിഹാസികമായ വിജയത്തിന് ശേഷം ഒരു ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ക്ലബിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ലോകം അത്ഭുതം കൂറിയതാണ്. എന്തുകൊണ്ടാണ് ചാമ്പ്യനായി ഇത്രയും തിളങ്ങി നിൽക്കുമ്പോഴും ബാഴ്സലോണ വിടാനും? ബാഴ്സലോണ നമുക്കെല്ലാം അറിയാം, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ജീവനാണ് ബാഴ്സലോണ FC. ആ ബാഴ്സലോണ FC വിടുകയും ഇൻ്റർ മയാമിയിൽ എത്തുകയും ഒക്കെ മെസ്സി ചെയ്തത്. അപ്പോൾ ബാഴ്സലോണ FC എന്തായാലും വിട്ടു. എന്തുകൊണ്ട് ഇൻ്റർ മയാമി തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച് അന്ന് തൊട്ടേ ആളുകൾക്ക് വലിയ അത്ഭുതമുണ്ടായിരുന്നു. മെസ്സിയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ലബ്ബുകൾ, മറ്റ് ഏതെങ്കിലും ക്ലബ്ബുകളിലേക്കൊക്കെ മാറാമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ഇൻ്റർ മിയാമി തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാന കാരണമായിട്ട് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നത്, അടുത്ത വർഷങ്ങളിലായിട്ട് നടക്കേണ്ട കോപ്പ അമേരിക്കയും 2026 ലോകകപ്പും അമേരിക്കയിലാണ് നടക്കുന്നതെന്നും, അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് മെസ്സി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അതേസമയം അതൊന്നുമല്ല. അദ്ദേഹം ലോകകപ്പൊക്കെ ജയിച്ചതിന് ശേഷം കുറച്ച് സമാധാനത്തോടെ, വളരെ അധികം വാർത്തകളൊന്നും വരാതെ ബാക്കിയുള്ള കാലം വളരെ ആസ്വദിച്ച് ഫുട്ബോൾ കളിക്കാവുന്ന ഒരു സ്ഥലം ഇൻ്റർ മിയാമി ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് തിരഞ്ഞെടുത്തത് എന്നും ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നതായിട്ട് അവിടെ വായിച്ചിരുന്നു നമ്മൾ. യഥാർത്ഥത്തിൽ മെസ്സി അമേരിക്കയിൽ കളിക്കാനെത്തുകയും അമേരിക്ക പോലെ വളരെ ഫുട്ബോളിന് അത്രയൊന്നും ജനപ്രീതി ഇല്ലാത്ത ഒരു രാജ്യത്ത് എത്തി അവിടെ കളിച്ച് ഇപ്പോൾ ഏതാണ്ട് 3 വർഷത്തോളമാകുന്നു. ഈ സമയത്തിനുള്ളിൽ അമേരിക്കയിലെ ഒരു ഫുട്ബോൾ സംസ്കാരം തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. കാരണം ലിയണൽ മെസ്സിയെ പോലെ ഒരു എക്കാലത്തെയും വലിയൊരു ഇതിഹാസം, ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ, അയാൾ ഫുട്ബോൾ തീരെ പോപ്പുലർ അല്ലാത്ത ഒരു രാജ്യത്ത് വരികയും ഫുട്ബോൾ കളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അവിടുത്തെ ഫുട്ബോളും അവിടുത്തെ ഫുട്ബോൾ കളിയോടുള്ള ആളുകളുടെ സമീപനത്തിലും വ്യത്യാസം വരിക എന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ ഗെയിമിനെ വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് അടർത്തി എടുക്കുകയും അത് അടർത്തി മാറ്റുകയും അത്ര വലിയ ഒരു നിലയിൽ ഫുട്ബോൾ പ്രകീർത്തിക്കപ്പെടുകയോ പ്രോത്സാഹിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആവേശത്തോടെ കാണുകയോ ചെയ്യാത്ത ഒരു ഇടം കൂടിയാണ് അമേരിക്ക. അപ്പോൾ അവിടെ മെസ്സി കളിച്ചതിലൂടെ കുറേയധികം കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായി. സ്വാഭാവികമായിട്ടും മെസ്സിയെ ഇൻ്റർ മിയാമിയിലേക്ക് ബെക്കാം കൊണ്ടുപോകാനും അവിടെ കളിപ്പിക്കാനും ഒക്കെ ഉള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട പലതും അവർ ഫുട്ബോളിനെ കൂടുതൽ ജനകീയമാക്കാൻ, അമേരിക്കയിൽ ജനകീയമാക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നടന്നു എന്ന് മാത്രമല്ല, പല രീതിയിലും അമേരിക്കയെ മെസ്സിയുടെ വരവ് ഗുണകരമായി ബാധിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വിശകലനം ഉണ്ടായിരുന്നത് ഇൻ്റർ മിയാമിയുടെ വരുമാനത്തിൽ വൻ വർധനവുണ്ടായി എന്നുള്ളതാണ്. അവരുടെ ടിക്കറ്റ്, സ്റ്റേഡിയത്തിൽ വന്നിരുന്ന കാണികൾ നിറഞ്ഞു കവിയുകയായിരുന്നു. മെസ്സി കളിക്കുന്ന ഇൻ്റർ മിയാമിക്കൊക്കെ വേണ്ടിയിട്ട് ആരാധകർ കൂടി വിളിക്കുന്ന, ആർപ്പ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് വരുമാനം ഉൾപ്പെടെ മറ്റ് സ്പോൺസർഷിപ്പ് എല്ലാത്തിലും മിയാമിക്ക് വലിയ വരുമാനം ഉണ്ടാവുകയും വരുമാനത്തിൽ വലിയ വർധനവുണ്ടാവുകയും ചെയ്തു. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻ്റർ മിയാമിയുടെ പേജുകൾ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, ടിക്ടോക്കിലായാലും ശരി, യൂട്യൂബിലായാലും ശരി,
എല്ലാം വലിയ തോതിൽ മൂന്നിലൊരു ഭാഗം വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു 30% മീതെ വർധനവ് ഈ മേഖലയിലെല്ലാം ഉണ്ടായി. അപ്പോൾ പിന്നെ ക്ലബിന് വലിയ ജനപ്രീതി ആർജിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള ഫുട്ബോൾ ആരാധകരുടെ, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാനും മെസ്സിയുടെ വരവ് അമേരിക്കയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പലരും, ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പലരും, കൗമാരപ്രായത്തിലുള്ള പലരും മെസ്സിയുടെ വരവിന് ശേഷം ഫുട്ബോൾ കളിച്ചു തുടങ്ങി. എനിക്കും മെസ്സിയെപ്പോലെ ഒരു താരമാകണം, എനിക്കും മെസ്സിയെപ്പോലെ ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്ന് പറഞ്ഞ് കൗമാരക്കാരിൽ പലരും ഫുട്ബോൾ കളിച്ചു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന തലമുറകളിൽ പലതും ഫുട്ബോളിനോട് അഗാധമായ സ്നേഹമുള്ളവരായിട്ട് മാറുന്ന ഒരു തലമുറയായിട്ട് അമേരിക്കയിൽ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ മെസ്സിയുടെ വരവോടുകൂടി അമേരിക്ക പോലെ ഒരു രാജ്യം, ഏത് രാജ്യത്തായാലും അവരുടെ വിപണി മൂല്യത്തിലുള്ള വർധനവ്, അവരുടെ മറ്റ് GDP പോലെയുള്ള കാര്യങ്ങളിലെ വർധനവ്, ഈ GDP ഒക്കെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വരുമാനം രാജ്യത്തിൻ്റെ മറ്റു പല മേഖലയും ഈ കമ്പോളങ്ങളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ വരികയും കമ്പോളങ്ങളിലൊക്കെ വലിയ ഉണർവുണ്ടാവാനും ഒക്കെ ഫുട്ബോൾ പോലെ ഒരു ഗെയിം ജനപ്രീതി ആർജിച്ചാൽ ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്കൊക്കെ സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒക്കെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്നതിൽ ഏറ്റവും മികച്ചവൻ, ഒരുപക്ഷെ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ചവരിൽ ഒരാൾ, അയാളെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാനും സ്വന്തം നാട്ടിലൊരു ക്ലബ്ബിൽ കളിപ്പിക്കാനും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് എല്ലാ തരത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി അമേരിക്ക ഇന്റർ മിയാമിയിലൂടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. എത്രയോ കാലമായിട്ട് ഫുട്ബോളിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ജനവിഭാഗം അതിനെ മെസ്സിയുടെ ഒറ്റ വരവോട് കൂടിയിട്ട് അതിനെ ഗംഭീരമായിട്ട് സ്വീകരിക്കുകയും അതിനോട് വലിയ പ്രതിപത്തി കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞു മനുഷ്യൻ ഈ നിലയിൽ കാര്യങ്ങളെ തിരിക്കാൻ കഴിയുന്ന ചരിത്രത്തെ തന്നെ, അതായത് സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ചരിത്രത്തെ തന്നെ, ഒരു ജനവിഭാഗത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അപ്പോൾ ആ നിലയിലെല്ലാം മെസ്സി അമേരിക്കൻ ജനതയെയും അമേരിക്കയുടെ കായിക രംഗത്തെയും കായിക സംസ്കാരത്തെയും സ്വാധീനിക്കുന്ന രീതി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ മനുഷ്യൻ, ആ കൊച്ചു മനുഷ്യൻ ഈ തുകൽപന്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ആരാധന, അതിനപ്പുറത്ത് അതുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. അതൊരു സത്യമാണ്. അമേരിക്കയിലേക്ക് അയാൾ പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഇനി അങ്ങോട്ട് ആ ഒറ്റ മനുഷ്യനെ കൊണ്ട് അതാകെ മറിയുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനിടയിലാണ് മെസ്സി 2026 ലോകകപ്പ് കളിക്കുമോ എന്ന ഒരു കളിക്കുമോ ഇല്ലേ എന്നൊക്കെ ആരാധകർക്ക്, കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എന്നാലും അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്താത്തത് കൊണ്ട്, അങ്ങനെ അന്തിമമായി ഞാൻ കളിക്കും 2026 ലോകകപ്പ് കളിക്കുമെന്ന് ഇതുവരെയും ആരോടും, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ ഓരോ മത്സരത്തെയും സമീപിക്കുന്നു, ഓരോരോ മത്സരങ്ങളായി സമീപിക്കുക, ഓരോ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്, തൻ്റെ ശരീരം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നെല്ലാം അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം അതിലൊരു തീരുമാനം എടുക്കുള്ളൂ. ആ തീരുമാനം എന്താണെന്ന് ലോകത്തോട് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഏറ്റവും അടുത്ത ആളുകളോട് പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, കാരണം അത് അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതുവരെയും അദ്ദേഹം ഒരു അല്ലലും ഇല്ലാതെ കളി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മെസ്സി തീർച്ചയായിട്ടും 2026 ലോകകപ്പിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി കപ്പ് നിലനിർത്താൻ, കിരീടം നിലനിർത്താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ ലോകത്തെ മുഴുവൻ ഫുട്ബോൾ ആരാധകരും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി ഒന്നും വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മെസ്സി കളിക്കാത്തൊരു ലോകകപ്പിനെ കുറിച്ച് എന്തായാലും 2026 ലോകകപ്പിലെങ്കിലും ലോകകപ്പിൽ മെസ്സി കളിക്കില്ല എന്ന് ചിന്തിക്കാൻ ആരാധകർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അതും അമേരിക്കയിലാണ് നടക്കുന്നത്, ആ ലോകകപ്പും അമേരിക്കയിലാണ് നടക്കുന്നത്.
അപ്പോൾ ഒന്ന് മെസ്സിയുടെ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള അവിടുത്തെ സാന്നിധ്യം, മറ്റൊന്ന് ഒരു ലോകകപ്പിന് ആതിഥേയത്വം അവർ വഹിക്കുന്നു. മുമ്പ് അവർ 94-ൽ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം 32 വർഷത്തിന് ശേഷം അവർ വീണ്ടും ആതിഥേയത്വം വഹിക്കുന്നു. തൊട്ടു മുമ്പുള്ള കോപ്പ അമേരിക്ക അമേരിക്കയിലാണ് നടന്നത്. അപ്പോൾ ഇതെല്ലാം അമേരിക്കയുടെ ഫുട്ബോൾ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിലേക്ക് മെസ്സി അത് ലോകകപ്പ് കളിക്കും കൂടി ചെയ്താൽ അമേരിക്കയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം, ഈ കളിയെ കാണാൻ വേണ്ടി മാത്രം, എല്ലാവർക്കും അറിയാം ഇത് മെസ്സി കളിക്കുകയാണ്, മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ്. അതിനുശേഷം അദ്ദേഹം അർജൻറ്റീനിയൻ കുപ്പായത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ ഫുട്ബോൾ ഭ്രാന്തന്മാർ എല്ലാവരും തന്നെ കഴിയാവുന്ന രീതിയിലൊക്കെ അമേരിക്കയിലെത്താൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ വിപണിയെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതാണ് മെസ്സിയുടെ കാര്യത്തിൽ അമേരിക്കയിൽ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ റൊണാൾഡോൻ്റെ കാര്യത്തിൽ സൗദി അറേബ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തന്നെ സമാനമായ ഒരു കാര്യം തന്നെ. അമേരിക്ക ഇപ്പോഴാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സൗദി കുറേ കാലമായിട്ട് ഈ ഫുട്ബോളിനെ അവരുടെ നാട്ടിൽ കൂടുതൽ ജനപ്രിയമാക്കാൻ അവർ കാര്യമായി കുറേ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. അതിന് കോടികൾ, 100 കണക്കിന് കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് മാത്രമായിരുന്നു റൊണാൾഡോയെ സമകാലിക ഫുട്ബോളിൽ മെസ്സിയെ പോലെ തന്നെ ഇതിഹാസമായ റൊണാൾഡോയെ സ്വന്തം രാജ്യത്ത് കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് മേഖലയിൽ ഖത്തറായിരുന്നു 2022 ലോകകപ്പിൻ്റെ ആതിഥേയത്വം വഹിച്ചത്. അങ്ങനെ ഫുട്ബോൾ വഴി വിപണി സജീവമാക്കാൻ ഗൾഫ് മേഖലയിൽ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. സൗദി ഇപ്പോൾ ഇത്രയും പണം, ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നിക്ഷേപിക്കാനും റൊണാൾഡോയെ പോലെയും നെയ്മറിനെ പോലുള്ള കളിക്കാരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചതും അതിൽ വിജയിച്ചതും ഒക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഫുട്ബോൾ വരുമ്പോൾ അവരുടെ വിപണി മൂല്യം വർദ്ധിക്കുന്നു, അവരുടെ സമ്പദ് മേഖലയെ അത് കാര്യമായി സ്വാധീനിക്കും എന്നവർക്കറിയാം. മാത്രമല്ല ഫുട്ബോളിനെ ജനപ്രിയമാക്കാൻ, വലിയ തോതിൽ ജനപ്രിയമാക്കാൻ ഇത് സഹായിക്കും. അത് റൊണാൾഡോയുടെ സാമീപ്യത്തിലൂടെ സൗദിയിലും സംഭവിച്ചിട്ടുണ്ട്, അതിൽ ഒരു തർക്കമില്ല. അപ്പോൾ അങ്ങനെ തീർത്തും ഫുട്ബോളിനോട് മുഖം തിരിച്ച് നിന്നിരുന്ന 2 മേഖലകൾ, ഒന്ന് സൗദിയും മറ്റൊന്ന് അമേരിക്കയും, ഈ 2 ഇതിഹാസ താരങ്ങളിലൂടെ അവരുടെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ സൗദി നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ അർജൻറ്റീനയെ തോൽപ്പിച്ച ടീമാണ് സൗദി. അപ്പോൾ അവർ ചെറിയ മീനല്ല സൗദി അറേബ്യ. അപ്പോൾ ആ തോൽവിയൊക്കെ അവരുടെ ഫുട്ബോൾ വളർച്ചയിൽ വലിയ 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 സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ആ ഒറ്റ മത്സരത്തിൽ അർജൻറ്റീനയെ തോൽപ്പിച്ചതോടുകൂടി തന്നെ എത്രയോ കൗമാരക്കാർ ഫുട്ബോളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ റൊണാൾഡോയെ പോലെ ഒരു ഇതിഹാസ താരം വരുമ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറ്റങ്ങളെല്ലാം ഈ 2 രാജ്യങ്ങളിലും ഈ 2 സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ നിലയിൽ മൊത്തത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതക്രമത്തെയും കാര്യങ്ങളെയും പ്രത്യേകിച്ച് പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് 2 പേരുടെയും നീക്കങ്ങളിലൂടെ ഉണ്ടായി എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെസ്സിയോ റൊണാൾഡോയോ ഒക്കെ അടുത്ത ലോകകപ്പിൽ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു വഴി എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് മെസ്സിയൊക്കെ കളിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതുകയും മെസ്സി കളിക്കാനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അത് അമേരിക്കയ്ക്ക് വലിയ ഗുണം ചെയ്യും. ആ ഒരു ആകാംക്ഷ പോലും അമേരിക്കയുടെ സമ്പദ് മേഖലയാണ് ക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത.